ലൈൻ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ടച്ച് ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യണം നോക്കിയാൽ മനസ്സിലാവും. ലൈൻ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെക്കുക, എന്നിട്ട് അത് വലിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരച്ച പോലെ ഇംപെർഫെക്റ്റ് ഡിസൈനാണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യാം. അപ്പം ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റ് ലൈൻസ് കിട്ടുന്നുണ്ട്. ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് വൃത്തിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പേസ് അത് എന്താവണം, ഈക്വൽ ആവണം. അപ്പം അത് ഈക്വൽ ആവാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെന്താ, ജസ്റ്റ് താഴെ 3 ഡോട്ട് വരച്ചു കൊടുത്ത് അതിന് മേലെ കൂടി ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും എന്താവും, സെറ്റാവും. അപ്പം ഇത് കുറച്ച് വിഡ്ത്ത് കൂടിയതാണ്. നിങ്ങൾക്ക് വിഡ്ത്ത് കുറഞ്ഞിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ആ ഡോട്ട് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി അടുത്തിട്ടിട്ട് അതിൻ്റെ മേലെ കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ അതും എന്തായി, സെറ്റായി. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സിംഗിൾ ലൈൻസ് ആണ്, ദാറ്റ് ഈസ് തിൻ ലൈൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് തിക്ക് ലൈൻസ്, ദാറ്റ് ഈസ് കുറച്ചും കൂടിയും കട്ടിയുള്ള ലൈൻസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കത് ബി കാറ്റഗറിയിൽ കൊടുക്കാം, ഫസ്റ്റ് എ കാറ്റഗറിയിൽ കൊടുക്കാം. അപ്പം ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു, അതിൻ്റെ മേലെ ഇങ്ങനെ കട്ടി കൂട്ടുക അല്ലേ. അപ്പോൾ എന്തായി, ഒരു ഭംഗിയില്ലാത്ത വര കിട്ടി. അപ്പോൾ അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്, പെർഫെക്ഷനാണ്. അപ്പം അതിന് നമ്മൾ വേണ്ടി ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ പഠിച്ച ലൈൻ വരയ്ക്കുക, താഴെയും അതേപോലെ തന്നെയുള്ള ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുമ്പം നീറ്റിൽ കിട്ടാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മേലുള്ള ലൈനിലോട്ടും താഴെയുള്ള ലൈനിലോട്ടും താഴോട്ടേക്ക് എന്ത് ചെയ്യരുത്, ഫില്ല് ചെയ്യരുത്. അപ്പം ആ ഫില്ല് ചെയ്ത ലൈനിൽ താഴെ കുറച്ചും കൂടി ലൈൻസ് നമ്മൾ വരച്ച് പിന്നെയും ഒരു തിക്ക് ലൈൻ വെച്ച് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്ക് ഹൗ പെർഫെക്റ്റ് ഇറ്റ് ഈസ് അല്ലേ, നല്ല ഭംഗിയുള്ള